നേപ്പാളിൽ ഒരു വമ്പൻ ജൻസി കലാപം നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. നേരത്തെ ബംഗ്ലാദേശിൽ നടന്നു. അങ്ങനെ ലോകമെമ്പാടുമുള്ള സകല രാജ്യങ്ങളിലും ഈ പ്രക്ഷോഭം ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ നേപ്പാളിൽ അക്രമാസക്തമായ പ്രക്ഷോഭത്തിലൂടെ ജൻസി സർക്കാരിനെ അട്ടിമറിച്ച ശേഷം ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജൻസി അവരുടെ രാജ്യത്തെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നേപ്പാളിന് ശേഷം കിഴക്കൻ തിമോറിലും ഇപ്പോൾ മഡഗാസ്കറിലും ജൻസി പ്രക്ഷോഭം രൂക്ഷമായിരിക്കുന്നു. ജലവൈദ്യുതി തടസ്സങ്ങൾക്കെതിരെ മഡഗാസ്കർ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ ആയിരക്കണക്കിന് ജൻസി പിള്ളേരാണ് തെരുവിലിറങ്ങിയത്. ഈ പ്രസ്ഥാനം മഡഗാസ്കർ സർക്കാരിനെ അട്ടിമറിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് സർക്കാർ പറയുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണം, അതിജീവിക്കണം എന്ന മുദ്രാവാക്യവുമായി ഈ രാജ്യത്തെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് തെരുവുകളിൽ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ സുരക്ഷാ സേന വെടിയുതിർത്തപ്പോൾ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടു. ഇതിൽ 22 പേർ കൊല്ലപ്പെടുകയും 100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ദീർഘകാലമായി നിലനിൽക്കുന്ന ജലവൈദ്യുത തടസ്സങ്ങൾക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് ഞങ്ങൾ സർക്കാരിനെ തന്നെ പിരിച്ചുവിടുമെന്നാണ് അവിടുത്തെ ജൻസി പറയുന്നത്. സർക്കാർ അംഗങ്ങൾ തങ്ങളെ ഏൽപ്പിച്ച ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കിയില്ല എന്നവർ സമ്മതിക്കുകയും അതിൽ ജൻസിയോട് ഇപ്പോൾ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മഡഗാസ്കർ പ്രസിഡന്റ് ആൻഡ്രി രാജോലിന ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നു. ഈ സംഭവത്തെ ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ അപലപിച്ചിരിക്കുകയാണ്. മഡഗാസ്കറിൽ സുരക്ഷാ സേന പ്രതിഷേധക്കാർക്കെതിരെ നടത്തിയ അടിച്ചമർത്തലിനെ UN മനുഷ്യാവകാശ മേധാവിയാണ് ഇപ്പോൾ അപലപിച്ചത്. സുരക്ഷാ സേനയുടെ ആക്രമണാത്മക നടപടി കാരണം മഡഗാസ്കറിൽ 22 യുവാക്കൾ കൊല്ലപ്പെടുകയും 100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിരുന്നാലും മഡഗാസ്കർ വിദേശകാര്യ മന്ത്രാലയം UN-ന്റെ അവകാശവാദം നിരസിച്ചു. മരണസംഖ്യ തെറ്റാണെന്ന് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തലസ്ഥാനത്ത് ആരംഭിച്ച ഈ ഒരു പ്രക്ഷോഭം 8 നഗരങ്ങളിലേക്കാണ് വ്യാപിച്ചിരിക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നു. ഈ പ്രതിഷേധങ്ങളിൽ ഏകദേശം 22ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.